ഞങ്ങൾ ഇന്ന് ആനേടിക്കുത്ത് വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം. തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ലൊക്കേറ്റ് ചെയ്യണത്. അങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ട്? 48 കിലോമീറ്റർ കാണും. 48 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കണത്. ഈ റൂട്ട് ഉണ്ടല്ലോ, സൂപ്പർ വഴിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് ഏതാ റൂട്ട്? ഇത് പെരുമ്പാവൂര് മൂവാറ്റുപുഴ റോഡിൽ നമ്മൾ പോകണം. അതുകൊണ്ട് നല്ല സൂപ്പർ വഴിയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കേ. ഞങ്ങള് വരുന്ന വഴി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ വയറ് നല്ല ബിരിയാണി ആയിരുന്നു. ഉറക്കം വന്ന് ഇങ്ങനെ ഇരിക്കുക. തലശ്ശേരി ബിരിയാണി സൂപ്പർ ബിരിയാണി. അതെ. ഹലോ ഗൈസ്, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഈ പോക്ക് ഒരു പ്രത്യേകതരം പോക്കാണ്. ഓർക്കപ്പുറത്തുള്ള ഒരു പോക്കാണ്. പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ചാൽ പെട്ടെന്ന് പോകാൻ പറ്റും. അല്ലാതെ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചാലൊന്നും പോക്ക് നടക്കൂല. അപ്പൊ അങ്ങോട്ട് തീരുമാനിക്കുക, അപ്പൊ പോവാ, അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയ റൂട്ടില് കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ പകുതി വഴിയും കാടായിരുന്നു. അതുകൊണ്ടൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആന വരുമോന്ന്. എന്നാലും ഒരാനേനും കണ്ടില്ല. ഒരാളിവിടെ ഷൂസൊക്കെ റെഡി ആവാണ്. എവിടെ ഷൂട്ട് വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവള് അട്ട അടിക്കാതിരിക്കാനാണെന്നാണ് പറയാം. ചെറിയൊരു മഴയുടെ കോളല്ലേ. ഇവിടെ കൊടയൊക്കെ എടുത്ത് ഒരാൾ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെന്ത് കൊടോ? നിനക്ക് പറ്റിയ കൊട. അപ്പൊ ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. പണിപ്പാളും ഒരു ചെറിയ റോഡിൽ കൂടെയാണ്. റോഡല്ലാലേ ഇത്, ചെറിയൊരു ഇടവഴി. ഇത് കണ്ടില്ലേ? ഈ ഒരു ഇടവഴി കൂടെയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോണേ. എങ്ങനെ തിരിച്ചു വരുന്നു? അതെ, എങ്ങനെ തിരിച്ചു വരുന്നു പറയാന്ന്. പോണ വഴി മഴയുണ്ടെങ്കിലും അതറിഞ്ഞില്ല കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് 500 മീറ്റർ ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു. പോണ വഴിയൊക്കെ നല്ല, എന്താ പറയാ, നല്ല രസമുണ്ട്. അതെ, സ്കിപ്പാവാൻ നല്ല ചാൻസ് ഉള്ള ഒരു റോഡ്. മുള്ളുവേലിയില് പിടിക്കരുതെന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നോണ്ടിരിക്കുകയാണ്. നമുക്കിനി ആനേടിക്കുത്തിലേക്ക് പോവാം. ഓക്കെ, ബൈ. ഈ മഴയത്ത് ഈ ഒരു പാറ കണ്ടില്ലേ? ഈ പാറ കടന്നിട്ട് വേണം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ആ പാറ കഴിഞ്ഞ് ഒരു ചെറിയ പടവൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നല്ലൊരു വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഞങ്ങൾ ചാടിയാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കാണ്. ഇടയ്ക്കെന്ന് എവിടെ നിന്നൊക്കെയോ ഇറങ്ങാനൊരാഗ്രഹം വന്നെങ്കിലും ഞങ്ങൾ അതിനും പോയില്ല. ഇവിടെ നല്ല കുത്തൊഴുക്കുള്ളതുകൊണ്ട് ഞങ്ങള് പകുതിക്ക് വെച്ച് നിർത്തി. ഷൂസൊക്കെ പൊക്കി പിടിച്ചോണ്ട് വന്നേക്കാണേ. ഇറങ്ങി വന്നിരിക്കുകയാണ്. അതെന്തിനാ? കൗതുകം കുറച്ച് ലേശം കൂടുതലായതുകൊണ്ടും പിന്നെ മഴയുള്ളതുകൊണ്ടും ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി.
എല്ലാ വിസിറ്റിങ്ങും കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാ. ചായ തിരിച്ച് വരണ വഴിയുള്ള കാഴ്ച കേട്ടോ ഇത്. നല്ലൊരു സ്കൈ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുകയും ചെയ്തു.